ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദ നമ്മുടെ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്തിനെ കണ്ടു. അപ്പോൾ ശ്രീകാന്ത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് ആൾ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്നു. എന്താ ശ്രീയേട്ടാ, സുഖമായിരിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വർഷേച്ചി എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിച്ചു. സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഡേറ്റ് ആയില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, അടുത്ത മാസം ആവുമായിരിക്കും. അപ്പോൾ വൈകാതെ ശ്രീയേട്ടനൊരു അച്ഛനാവും എന്നർത്ഥം എന്ന് പറഞ്ഞു. മാതിരി മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ജനിക്കാനിരിക്കുന്ന തൻ്റെ കുഞ്ഞിനെ പറ്റിയെങ്കിലും ശ്രീയേട്ടനെ ഒന്ന് ചിന്തിച്ചൂടെ? എന്താ, ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? അല്ല വേദ, അതിന് കൂട്ടു നിൽക്കാൻ അങ്കിളും അല്ലേ ശ്രീയേട്ടാ? അപ്പൊ നോക്കി എന്നിട്ട് അത് പിന്നെ വേദ, അവന്റെ ഒരു തെറ്റിദ്ധാരണയാണത്. ഞാനത് അവനോട് പലപ്പോഴും പറയാൻ ശ്രമിച്ചതാ. പക്ഷെ അവൻ മതി ശ്രീയേട്ടാ, മുഖം കണ്ടാൽ അറിയാം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രൈം ചെയ്തത് ആരാണെന്ന്. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടേതായ ചിലപ്പോൾ ന്യായീകരണങ്ങൾ ഉണ്ടാവാം. എല്ലാ ദുരഭിമാന കൊലയിലും അങ്ങനെ അച്ഛന്മാർക്കും ആങ്ങളമാർക്കും ഉള്ള അതേ ന്യായം തന്നെയാണ് നിങ്ങളിപ്പോൾ പറയണത്. ശ്രീയേട്ടനറിയാലോ, ഈ വിവാഹം ഞാൻ എൻ്റെ തീരുമാനത്തിന് മാത്രം എടുത്തതാണ്. ഇതിൽ നിന്ന് എന്നെ പിന്മടക്കിക്കൊണ്ട് പോവാൻ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ആവില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സഹിച്ച് വിക്രം വെറുതെ ഇരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അതില്ല, ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ സാധ്യതയില്ല. മുന്നും പിന്നും നോക്കാതെ ചിലപ്പോ വിക്രം എന്തെങ്കിലും ചെയ്യും. നിങ്ങളെ കൊണ്ട് വിക്രമിന് എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ വിക്രത്തിനെ എന്ത് ചെയ്താലും നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമായിരിക്കും. സത്യമല്ലേ എന്ന് ചോദിച്ചു. ആണുങ്ങൾ തമ്മിലുള്ള വഴക്കിൽ നഷ്ടപ്പെടുന്നത് എപ്പോഴും പെണ്ണുങ്ങൾക്ക് മാത്രമായിരിക്കും ശ്രീയേട്ടാ. അതുകൊണ്ട് ഒരു കാര്യം, എല്ലാം ഇവിടെ വെച്ച് തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഇനിയും ആ പരിപാടി അവസാനിപ്പിക്കാതെ വിക്രത്തെ അവസാനിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന് പറഞ്ഞു. വിക്രമിന്റെ വിധവയായി ഇനി ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് ഒരിക്കലും വരാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ കൂടി എനിക്ക് തീരുമാനിക്കുന്നത് അതാണെങ്കിൽ കൂടി ഞാൻ ആ വീട്ടിൽ തന്നെ തുടരും. അതിൽ ഒരു സംശയം വേണ്ട, ഉറപ്പ് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതൊന്ന് അവസാനിപ്പിച്ച് തരണം എന്ന്, വിക്രമിന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തന്നോളാം എന്നും വേദ പറഞ്ഞു. എന്നാ ശരി, വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയാണ്. നന്ദിനി പയറ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പയറ് അരിയുന്നത് കണ്ടാലോ 1.5 മീറ്റർ നീളമുണ്ട് പയറരിയുന്നത്. അപ്പൊ അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ ഇത്? മെഴുക്കുരട്ടിക്കാൻ. ഇതോ? എന്തേ? അച്ഛമ്മയുടെ നാട്ടിലൊന്നും അച്ചിങ്ങാ പയറ് മെഴുക്കുരട്ടിക്ക് എടുക്കില്ല. അവിയലിന് മുരിങ്ങയ്ക്ക അരിയുന്നത് പോലെ വലിപ്പത്തിലാണോടി കഴുതേ മെഴുക്കു പുരട്ടിക്ക് പയറരിയുന്നത്? അല്പം നീളം കൂടി നോർത്തിപ്പോ എന്താ അച്ഛമ്മേ? പണി പെട്ടെന്ന് തീരില്ലേ? അത് മാത്രമല്ല, ഓരോന്നെടുത്ത് കടിച്ചു തിന്നാനും എളുപ്പമാ. അങ്ങനെ കഴിക്കാൻ നിനക്ക് മാത്രം കുറച്ച് നീ വേറെ ഉണ്ടാക്കി വെക്കാം. ഇതെല്ലാവർക്കും ഉള്ളതല്ലേ? അരിഞ്ഞത് മുഴുവനും എടുത്ത് വീണ്ടും 4 ചെറുതാക്കി അരിയ. ഇനിയും ചെറുതാക്കാനോ? പറഞ്ഞത് അത് ചെയ്യ നന്ദിനി. അവസാനം നന്ദിനി വീണ്ടും എടുത്ത് എല്ലാം അരിയാണ്. ഇതെല്ലാം ആ ശ്രീജയുടെ പണിയായിരുന്നല്ലോ. അപ്പോഴെന്തായിരുന്നു? അവൾ ഒരു ദിവസം വീട്ടിൽ പോയപ്പോ നിനക്കിതൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായി അല്ലേ? കഷ്ടം തന്നെ. അപ്പോഴാണ് വേദ ദേണ്ടാകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ആള് വന്നു. മോൾ എത്തിയോ എന്ന് ചോദിച്ചോ. അയ്യോ, അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമോൾ ഇത് എത്തിയിട്ടുണ്ടല്ലോ. എന്താ ഇവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്തത്? അതിന് ഇവളുണ്ടായിരുന്നില്ലല്ലോ. അതാണ്, ഇവർക്കൊക്കെ എവിടെ വേണേലും തെണ്ടാൻ നടക്കാം. ഞാൻ മാത്രം ഈ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യണം. അയ്യോ, അത് വേണ്ട നന്ദിനി അടുത്ത്. നാളെ മുതൽ നന്ദിനി അടുത്ത് രാവിലെ തന്നെ തെണ്ടാൻ തുടങ്ങിക്കോ. ഓൺലൈൻ സമ്മർ സെയില് നല്ല ഭംഗിയുള്ള പിച്ചപാത്രം കിട്ടും. അപ്പൊ ഇത് കേട്ട് അച്ഛമ്മ ചിരിക്കുക. അയ്യോ, ഇവൾ ഓരോ വളിപ്പ് വിളിച്ചു പറയാനും അത് കേട്ട് ചിരിക്കാനും അച്ഛമ്മേ കഷ്ടം തന്നെ. നീയും ഇങ്ങനെ ഓരോ നല്ല തമാശ പറ നന്ദിനി. ഞാൻ അത് കേട്ടാലും ചിരിച്ചോളാം. എനിക്കങ്ങനെ വളിപ്പ് പറഞ്ഞൊന്നും ശീലമില്ല. അത് നീ പറഞ്ഞ ശരിയാ. മറ്റുള്ളവർ പറയുന്ന കേട്ടത് വളിച്ചതുപോലെ നിൽക്കാനാ നിന്റെ ഒരു യോഗം അല്ലേ നന്ദിനി? അപ്പൊ വേദ ചിരിക്കാട്ടോ. എന്ത് കഷ്ടം. ഇവിടെ മോളെ എന്ന് ചോദിച്ചോ. എന്താ അച്ഛമ്മേ, അത് കാണാനില്ലല്ലോ?
അതെവിടെയെങ്കിലും ഊരി കളഞ്ഞിട്ടുണ്ടാവും. അതെ, മോളീന്ന് അബദ്ധത്തിൽ വന്നതല്ലേ, താഴോട്ട് പോകാനും എളുപ്പമാ. അതോർത്ത് നന്ദിനി എടുത്ത് വിഷമിക്കണ്ട. അതിതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കഴുത്തി കാണിച്ചു കൊടുത്തു. ആ പിന്നെ ചില ആളുകളുടെ ദൃഷ്ടിദോഷം വരാതിരിക്കാൻ ഞാനൊന്ന് മറച്ചു വെക്കുന്നു എന്ന് മാത്രം. നീ എന്നെക്കുറിച്ചല്ലേടി പറഞ്ഞത്? എന്നെക്കുറിച്ച് മാത്രല്ലേ? അതെ, സംശയമുണ്ടോ? ഉറപ്പായിട്ട് നന്ദിനിയുടെ കുറിച്ച് താൻ മാത്രം പറഞ്ഞതാ. കണ്ടില്ലേ അച്ഛമ്മേ എന്ന് പറഞ്ഞു. എടി വേദ പറഞ്ഞതിൽ എന്താ തെറ്റാ? അങ്ങനെയല്ലേ എന്ന് നീ സംശയം ചോദിച്ചു. അതേന്ന് വേദ അത് സമ്മതിച്ചും തന്നു. തീർന്നില്ലേ പ്രശ്നം? ഓ കഷ്ടം തന്നെ. എന്നിട്ട് അവിടെ ഇരുന്ന പാത്രത്തിലോട്ട് അതെല്ലാം വാരി വലിച്ചിട്ട് കുറെ എണ്ണം നിലത്തും കളഞ്ഞ് കഴുകുമ്പോൾ നന്നായി കഴുകണേ നന്ദിനി നടത്തി. പയറിലെ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും. ഞാൻ നീ വന്ന് കഴുകടി. അവളുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അടുക്കള ചെന്ന് കുറച്ച് പാത്രമൊക്കെ വലിച്ച് താഴെയിട്ട് അതിനകത്തിട്ട് കഴുകുകയാണ് കേട്ടോ. മോളിവിടെ ഇരിക്കുക, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ വേദ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് വേദ അടുത്ത ചെറിയ നമ്പർ ഇങ്ങനെ ഇറക്കാം കേട്ടോ. അതെ, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ അച്ഛമ്മയോട്. എന്നിട്ട് നേരെ നന്ദിനി അടുത്തി. അതെ, അമ്മ എവിടെ പോയതാ? ഇവിടുത്തെ മരുമക്കളൊക്കെ സക്കിയിട്ട് പോയതുകൊണ്ടാ അമ്മ ജോലി മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മ പറമ്പിൽ പോയി. എന്താ കൂടെ പോകുന്നുണ്ടോ? എല്ലാ ദിവസവും ശ്രീജയല്ലേ ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഒരു പരിഭവോ പരാതി പറച്ചിലോ ബഹളം വെക്കലോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇന്നൊരു ദിവസം നിന്നോട് ചെയ്യാൻ പറഞ്ഞതിനാണോ അപ്പം അവിടെ ഇരുന്ന പാത്രം എടുത്ത് നിലത്തിട്ടു. നന്ദിനി എടുത്തത് അവിടെ വെച്ചേരെ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം മെഴുക്കുവരട്ടി. അയ്യോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഞുറുക്കിയപ്പോഴേ അവിയലാണോന്നാ ചോദിച്ചത്. ഇനി ഉണ്ടാക്കിയാൽ സാമ്പാറാണോ എന്ന് ചോദിക്കാനല്ലേ? വേണ്ട, നീ അതവിടെ വെച്ച് പോവാൻ നോക്കണ്ടേ നന്ദിനി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഓ ആയിക്കോട്ടെ. വേദമോളെ, നിനക്ക് ഞാൻ വന്ന് കയറിയപ്പോഴേ പറയണമെന്ന് വിചാരിച്ചതാ. നിനക്ക് ഈ കളർ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇച്ചിരി വെളുത്തിരിക്കുന്നവർക്ക് ഏത് കളറും ചേരും അച്ഛമ്മേ, വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിറത്തിലൊന്നും വലിയ കാര്യമില്ല. ശരീരത്തിന്റെ നിറത്തേക്കാൾ വലുത് മനസ്സിന്റെ വലിപ്പമാ. നിന്റെ കാര്യത്തിൽ അതിലും ഇത്തിരി കുറവുണ്ടെന്ന് മാത്രം. അതെ, എല്ലാം തികഞ്ഞ ഒരാളെ അച്ഛമ്മയ്ക്ക് കൂട്ടായി കിട്ടിയിട്ടുണ്ടല്ലോ. അവളെ വെച്ച് ആഘോഷിക്കേ, എന്നെ അങ്ങ് വിട്ടേരെ. എന്താ പോരെ? അപ്പൊ നന്ദിനി ഇങ്ങനെ നിന്നു. അതെ, അതൊരു പാവം അച്ഛമ്മേ. നന്ദിനി വേഗം പുറത്തേക്ക് പോയപ്പോൾ എന്നിട്ട് വേഗം തിരിച്ചു വന്നു. അതെ, നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടോടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരോട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മോളെ, ഇന്ന് ഉച്ച തിരിഞ്ഞ് അച്ഛമ്മ പോവാട്ടോ. അയ്യോ, അച്ഛമ്മ മടങ്ങായോ? പിന്നെ പോവാതിരിക്കാൻ പറ്റുമോ? അവിടെയില്ലേ കുറെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടേ മോളോട് അച്ഛമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മോള് എന്ന് പറഞ്ഞു. നീയും വിക്രമും തമ്മിൽ ഇപ്പോഴും അങ്ങോട്ട് ശരിയായൊരു അടുപ്പമായിട്ടില്ല എന്ന് അച്ഛമ്മയ്ക്കറിയാം. അതുകൊണ്ട് പക്ഷേ അത് മാറിക്കിട്ടുക തന്നെ ചെയ്യണം. അതിന് മോള് തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. ഒരു പിന്തിരിപ്പൻ വർത്തമാനമാണെന്നൊക്കെ മോക്ക് ചിലപ്പോ തോന്നിയേക്കാം. എന്നാലും അച്ഛമ്മ പറയാ, ഒരു പെണ്ണ് ശരിക്കും മനസ്സ് കൊടുത്ത് സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ സാധിക്കാൻ പറ്റാത്ത ഒരാണും ഈ ദിവസം വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. വിക്രത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കാനും നേർവഴിക്ക് നടത്താനും മോൾക്ക് കഴിയും. അതുകൊണ്ടാ അതിന് മോൾ ആദ്യം അവനെ സ്നേഹിച്ചു തുടങ്ങണം. മനസ്സിലായോ? അവൻ കെട്ടിയ താലിയുടെ പേരും പറഞ്ഞ് മോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അച്ഛമ്മയ്ക്ക് അറിയില്ല. പക്ഷെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഈ കാലം കൊണ്ട് അതൊക്കെ മാറിയിട്ടുണ്ടാവുമെന്നും അച്ഛമ്മ വിചാരിക്കുന്നു. മനസ്സിലായോ? എല്ലാം മറന്ന് സ്നേഹിക്കാനും ജീവിക്കാനും തുടങ്ങുമ്പോൾ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങും. ആദ്യം വിക്രമിന് ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കണം. വിക്രത്തിന് മാത്രമല്ല അച്ഛമ്മേ, എനിക്കും വേണം ഒരു ജോലി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. അതെ, ഏതെങ്കിലും ഒരു വക്കീലിന്റെ കീഴിൽ എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം എന്ന് പറഞ്ഞു വേദ. അച്ഛൻ്റെ കോടതിയിൽ തന്നെ എനിക്ക് കേസുമായിട്ട് ചെല്ലണം. എന്നിട്ട് അതൊരു മോഹമാണ്. നല്ലതാണ്. പക്ഷേ അത് അച്ഛനോടുള്ള വാശി കൊണ്ടാണ് എങ്കിൽ അത് നല്ലതല്ലെന്നേ ഞാൻ അച്ഛമ്മ പറയില്ല. അച്ഛമ്മ പറയുള്ളൂ. വാശിയൊന്നും അല്ല അച്ഛമ്മേ, അവർ പഠിപ്പിച്ച് വലുതാക്കി അച്ഛനോടുള്ള ഒരു കടമ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആദ്യം കേസ് വാദിച്ച് ഞാൻ ജയിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിക്കും. ആ കണ്ണുകളിൽ നോക്കി എനിക്ക് ആ സന്തോഷം ഒന്ന് അനുഭവിക്കണം, അത്രയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു.
നീ നല്ലവളാ മോളെ, നിനക്ക് ദൈവം നല്ലത് മാത്രമേ വരുത്തൂ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞ അനുഗ്രഹിക്കാട്ടോ. അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷത്തിലായി. പിന്നെ കാണുന്നത് ശ്രീകാന്തിനെയും അമ്മായി അച്ഛനെയാണ്. അവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും നീ ഒന്നും പറഞ്ഞില്ലേ ശ്രീകാന്തേ? ഞാൻ എന്ത് പറയാനാ അച്ഛാ, മുന്നിൽ വെച്ച് ഞാൻ പിടിക്കപ്പെട്ട പോലെ ആയിപ്പോയി. ശരിക്കും നമ്മളാണ് അത് ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞത് അവൾ വിശ്വസിച്ചിട്ടുണ്ട്. കൂട്ടത്തില് അവളുടെ വക ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഭീഷണിയോ? അവളോ എന്ന് ചോദിച്ചു. ഭീഷണിപ്പെടുത്തിയതൊന്നല്ല അച്ഛാ, അവളുടെ സ്വരത്തില് അങ്ങനെ ഒരു മുനവെച്ച സംസാരം ഉണ്ടായിരുന്നു. വിക്രം ഇതൊക്കെ ചെയ്ത് നമുക്കെന്തെങ്കിലും സംഭവിച്ചാലും അവള് തന്നെയും വിഷമിക്കേണ്ടി വരില്ലേന്ന്. അഭിലാഷിന്റെ കോള് വന്നിരുന്നോ? ഇല്ല, അവന്റെ കോള് വന്നില്ല. അവനെ എങ്ങാനും അവന്റെ ഒന്നിച്ചെന്ന് ചാടിക്കാണോന്ന് അറിയത്ത. എന്നാ പിന്നെ അവൻ പെട്ടാ തീർന്നു കൂട്ടിയച്ചാ മതി. അതുകൊണ്ടും നമ്മുടെ കാര്യത്തിനൊരു പരിഹാരമാവില്ലല്ലോ. അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ആ വിനായകനോട് വരാൻ പറഞ്ഞത്. വരട്ടെ, നോക്കാം. പക്ഷേ അവൻ ശരിയാവൂടാ. അവൻ കുറച്ച് കാശ് വിഴുങ്ങുന്നല്ലാതെ അവസാനം സ്വന്തം കുടുംബക്കാരാണെന്ന് പറഞ്ഞ് അവൻ നമ്മുടെ തലയുരുവോ? വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ അവനെ കുറിച്ച് ഓപ്പറേഷൻ നടത്തിയിട്ട് എന്തായിന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ശ്രീകാന്തേ? ചെറ്റത്തരത്തിന് ചിലപ്പോൾ കൂട്ടുനിന്നു വരും. പക്ഷേ ചോര ചിന്തുന്ന കാര്യമാണ് എങ്കിൽ അവൻ ഒരിക്കലും നിൽക്കില്ല. കുടുംബക്കാരുടെ ദേഹത്ത് പൂഴി വീഴുന്ന ഏർപ്പാടാണെങ്കിൽ അവൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീകാന്തേ. അതിന് നമ്മൾ ഇത്തവണ ആ ഒരു ശ്രമമില്ല. ഏതായാലും വരട്ടെ, എന്നിട്ട് നോക്കാം. ഇത്തിരി വളഞ്ഞ വഴിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആണെങ്കിലും ഇതാച്ചാ സേഫ്. പിടിക്കപ്പെട്ടാൽ എല്ലാം മറക്കാനും പൊറുക്കാനും നമ്മൾ ശ്രമിച്ചു എന്ന് എന്താ വരുത്തി തീർക്കാമല്ലോ. ഇല്ലെങ്കിൽ സ്മൂത്തായിട്ട് കാര്യം ശരിയാക്കാം. അപ്പോഴേക്കും വിനായകൻ വന്നു. വിനായകൻ അകത്തേക്ക് വരികയാണ്. ഹലോ സാറ് വിളിച്ചപ്പോഴേ ഞാനൊരു കച്ചവടത്തിന്റെ മൂടി നിൽക്കുകയായിരുന്നു. കിട്ടിയില്ല എന്നുള്ള മൂഡ്. പിന്നെ സാറ് വിളിച്ചത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോ നഷ്ടമായിരിക്കും അല്ലേ വിനായക? അത് സാരമില്ലെന്നേ, ശ്രീകാന്ത് സാറിന് അറിയാം അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. അതെടാ അറിയാം, അതുകൊണ്ടാണല്ലോ നീ ഇത്രയും കാലം വാങ്ങിയതിന്റെ കണക്ക് ഞാൻ ചോദിക്കാഞ്ഞത്. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. അല്ല സാറേ, ഞാനിന്ന് അവസരങ്ങൾ ഉണ്ടാക്കി തന്നതായിരുന്നല്ലോ, അത് ഭാഗ്യമുള്ളവനായി പോയി. അതുകൊണ്ട് ഞങ്ങളെ നിനക്ക് തന്ന പണം വേണ്ടാന്ന് വെക്കണം എന്നാണോ? അല്ല സാർ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മര്യാദയ്ക്ക് തന്ന കാശ് ഞങ്ങൾക്ക് തിരിച്ചു തന്നോണം. അയ്യോ സാറേ, ചതിക്കല്ലേ. തന്ന കാശൊക്കെ ചെലവായി പോയി എന്ന് വെച്ചാല് തൽക്കാലം ആ പൈസ തിരിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല. പിന്നെ പകരം ഈ ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഈ ശരീരം കൊണ്ടോ? ഇതുകൊണ്ട് എന്ത് കാര്യം? സാർ പറയുന്നത് പോലെ പ്രവർത്തിക്കാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി എന്നാ വാ എന്ന് പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറിയെന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണം. എന്താടാ പറ്റില്ലേ? സാറേ, അത് പിന്നെ ഇങ്ങനൊരു കാര്യത്തിന് അവൻ ഇതുവരെ അതുകൊണ്ടാ ചെയ്യണമെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? എന്താ പറ്റില്ല എന്നുണ്ടോ? അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രശേഖരൻ വന്നു കുറച്ച് കാശ് എടുത്തു കൊടുത്തു. നടക്കും സാറേ, ഉറപ്പായിട്ട് നടത്തിയിരിക്കും എന്ന് പറഞ്ഞ് ഈ കാശ് വാങ്ങി പൊക്കീശയിലേക്ക് വെച്ചു. എന്നിട്ട് നടത്തിയിരിക്കണം. നോക്കട്ടെ സാറേ, നോക്കട്ടെ എന്നല്ല, നടക്കണം. എന്നാ ശരി സാറേ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ കാശും വാങ്ങി അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പൊ അവിടുന്ന് വന്ന ഒരു സ്കൂട്ടിക്കാരന്റെ പുറകിലും കയറി ആള് നേരെ വിട്ടു പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണനെയാണ്. ആള് വേദയുടെ വക്കീൽ കോട്ടിട്ടുള്ള ആ ഒരു ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ പണ്ട് ചന്ദ്രശേഖരൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വേദ വക്കീൽ കോട്ടൊക്കെ ഇട്ട് അനിയത്തി ഫോട്ടോ എടുത്ത് സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛന്റെ വരവ്. ആഹാ, ഇത് കൊള്ളാലോ. വക്കീൽ പരീക്ഷ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല, അതിനു മുൻപ് തീരുമാനിച്ചോ വക്കീലായി എന്ന്? ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, അച്ഛന് തോന്നുന്നുണ്ടോ ഞാൻ തോക്കുമെന്ന്? ഒരിക്കലും ഇല്ല. നീ അതില്ല, പക്ഷേ എന്താണെങ്കിലും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് പോരെ ഈ കോർട്ടിൽ കയറുന്നതെന്ന്. അച്ഛൻ നിൽക്ക, അച്ഛനേക്കാൾ വലിയൊരു വക്കീലാവും. പിന്നെ പരീക്ഷ എഴുതി പാസ്സായി ഞാൻ മജിസ്ട്രേറ്റ് ആവും. അവിടെ നിന്ന് കയറി സുപ്രീം കോടതി വരെ എത്തും. എന്നിട്ട് ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന വിധി പ്രസ്താവിച്ച സുപ്രസിദ്ധ ജഡ്ജിയായിരുന്നു വേദ ശങ്കർ നാരായണൻ എന്ന് ഞാൻ വിരമിക്കുന്ന കാലത്ത് പത്രങ്ങൾ പുകഴ്ത്തും. എങ്ങനെയുണ്ട്? കൊള്ളാം, കേട്ടില്ലേടി? അല്ല, ഇവൾ ആരാവുമെന്ന് ഇവൾ ഇപ്പോഴേ തീരുമാനിച്ചോ? നീ ആരാവും? ഞാൻ എന്ന് പറഞ്ഞ് ദീപ്തി. അതെ, ഒന്നും കൊണ്ട് അച്ഛൻ പേടിക്കണ്ട. ഇവളുണ്ടല്ലോ,
ഇവള് പഠിക്കാൻ മണ്ടി ആയതുകൊണ്ട് ഇവളെ ഞാൻ എൻ്റെ ഗുമസ്തയാക്കും എന്ന് പറഞ്ഞു. അതെന്താ? ഫേമസ് അഡ്വക്കേറ്റിന്റെ ഗുമസ്ത ദീപ്തി ശങ്കർ നാരായണൻ. എന്താ ഗുമസ്ത പണി അത്ര മോശം പണിയാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. ചില ഗുമസ്തന്മാരുണ്ടല്ലോ, വക്കീലന്മാരെക്കാൾ വിവരമുള്ളത് ഗുമസ്തന്മാർക്കാണ്. നല്ല ഗുമസ്തന്മാരെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്ന വക്കീലന്മാരെ അച്ഛനറിയാം കേട്ടോ എന്ന് ചോദിച്ചു. ആ അതുകൊണ്ട് എന്താണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് ഇവർ 3 പേരൂടെ നിന്ന് ഫോട്ടോയൊക്കെ ഇങ്ങനെ സെൽഫിയൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് ശങ്കർ നാരായണന്റെ മനസ്സിൽ വന്നു. അതിങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ നോക്കി ആളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പത്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ എന്ന് ചോദിച്ചു. ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അല്ലേ പത്മം, നമുക്ക് കരിയറിൽ ഒരു വലിയ ഉയരത്തിലെത്തണം, എന്തൊക്കെ എത്രയോ സ്വപ്നങ്ങൾ കണ്ടു നടന്നതാവള്. അതൊക്കെ ഇനിയും നടന്നേക്കാലോ ശങ്കരേട്ടാ. അതൊക്കെ നമുക്ക് ആശിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ പത്മം, അതല്ലേ സത്യം എന്ന് ചോദിച്ചു. അതൊന്നുമല്ല, ജീവിക്കാൻ നിവർത്തിയില്ലാത്ത, വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. ചിലപ്പോഴെങ്കിലും വിവാഹം കഴിച്ചു പോകുന്നത് ആശ്വാസമായിരിക്കും ആ കുട്ടികൾക്ക്. കാരണം 2 നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്ന് അവരുടെ അച്ഛനമ്മമാർക്ക് ആശ്വസിക്കാമായിരിക്കും. പക്ഷേ വേദയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ പത്മം, അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോഴതിൻ്റെ ടെൻഷൻ. പഠിപ്പും വിദ്യാഭ്യാസവുമുള്ള പല കുട്ടികൾക്കും വിവാഹം ഒരു നരകം തന്നെയാണ് എന്ന് പറഞ്ഞു. അവരുടെ സ്വപ്നങ്ങളെല്ലാം മറന്നു കളഞ്ഞ് ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി സ്വയം മാറി ഒരു ഭാര്യയും മരുമകളുമായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയൊരു മഹത്വമെന്ന് സ്വയം വിശ്വസിപ്പിച്ച് അതിൽ അഭിമാനം കൊണ്ടിട്ട് മരണം വരെ ജീവിച്ച് തീർക്കുന്ന വെറും നരകം മാത്രം. ആ കുട്ടികളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാമാണ് അവിടെ തീരുന്നത്. നമ്മുടെ മകൾക്കും ആ തീരുമാനം വേണ്ടി വന്നല്ലോ പത്മം, അത് ഓർക്കുമ്പോഴാ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുക. ഇടയിൽ ഞാനും വിശ്വസിച്ചിരുന്നു എപ്പോഴെങ്കിലും അവൾ തിരഞ്ഞെടുത്ത വഴിയാണോ ശരി എന്ന്. കുറേ അമ്പലങ്ങളും തീർത്ഥാടനവും ഒക്കെ തിരിച്ചു കഴിഞ്ഞെത്തിയപ്പോൾ ഞാൻ കരുതി ഇത് ദൈവവിധിയാണ് എന്ന്. പക്ഷേ ഇതിൽ ദൈവത്തിൽ സത്യത്തിന് എന്ത് റോളാ ഉള്ളത്, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരിക്കലുമില്ല. ഒരു നേരത്തെ അവളുടെ തെറ്റായ തീരുമാനം, പിന്നീട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവളുടെ വാശി, അതല്ലേ ഇന്ന് ഇതിലെല്ലാം കാരണം. നിങ്ങൾക്കറിയാവല്ലോ, അവളത്ര മണ്ടിയായി കുട്ടിയൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതും വലിയ രീതിയിൽ അവൾ മാറും. എനിക്ക് ഉറപ്പുണ്ട്, അവള് ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ അവള് തന്നെ വെട്ടിപ്പിടിക്കും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് പത്മ ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.